ഇഷ്ടം പോലെ മതി. ഇതാ എനിക്ക് അത്ഭുതം. ഇത്രയൊക്കെ ആയിട്ടും ഡോക്ടറിന്റെ ലാളിത്യം, എളിമ. സത്യത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ പ്രകൃതമാണ്. ഡോക്ടർ ഇരിക്കെ ഞാനിതാ വരുന്നു. പറഞ്ഞതൊക്കെ മുഴുവനും ഉണ്ട്. ആദ്യം ഇതങ്ങോട്ട് എത്തിക്കുക. നല്ല കാര്യം നടക്കുമ്പോഴാണ് ഫോൺ. ഹലോ അങ്കിളെ, ഇത് ഞാനാ, ഹരികൃഷ്ണൻ. ഒരു അത്യാവശ്യ കാര്യം അറിയാനാ വിളിച്ചത്. എന്താ? അല്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരു കാർ അങ്ങോട്ട് വന്നില്ലേ? ആരാ അതിനകത്തുണ്ടായിരുന്നത്? അതേ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറാ, ഡോക്ടർ രാജഗോപാൽ. ഡോക്ടറോ? അവനോ? അങ്കിൾ, ഇതെങ്ങനെ ഈ ചതി പറ്റി? അവന്റെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം. അവൻ ഡോക്ടറുമല്ല, ഒരു ചുക്കുമല്ല, അപകടകാരിയാ, ഒരു വ്യാജ ഡോക്ടറാ. ശരി. ആരാ? അതേ, പിന്നെ സ്വാമിജി കേട്ട് കാണും. സ്വാമി വിശ്വതീർത്ഥാനന്ദ, ഹരിദ്വാറിലെ അമൃതാശ്രമത്തിലെ മഠാധിപതിയാ. ഇവിടെ ഒരു ആശ്രമം സ്ഥാപിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിലാ താമസം. ഞാൻ സ്വാമിയുടെ ഒരു ആരാധകരാ. ഒന്ന് കാണാൻ അനുവാദം ചോദിച്ചിരുന്നു. ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞിരിക്കുക. നന്ദിനിയുടെ കല്യാണക്കാര്യം ഞാൻ ഫോണിൽ കൂടെ സൂചിപ്പിച്ചിരുന്നു. ചെക്ക് ധാരാളം ചോദിക്കുകയായിരുന്നു. ഏതായാലും ശുഭലക്ഷണമാണ്. പണം അങ്ങോട്ട് തരാൻ പോവുകയും സ്വാമിയുടെ വിളി വരികയും. ഡോക്ടർ കൂടി വന്നോളൂ, നമുക്കൊന്ന് പോയി കാണാം. ആ തൃക്കൈ കൊണ്ട് തന്നെ ഈ പണം അങ്ങോട്ട് വാങ്ങിച്ചോളൂ. എന്താ? അതുപോലെ അത് മതി, അത് മതി. ആ, ഐശ്വര്യമായിരിക്കും. വാ 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 വാ. വരൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ ഇവിടെ നിൽക്കേ, ഞാൻ സ്വാമിയെ കണ്ട് അനുവാദം മേടിച്ചിട്ട് വരാം. ശരി. ഹരികൃഷ്ണ, നീ പറഞ്ഞൊക്കെ ശരിയാണോ? അവൻ തന്നെയാണോ? ഉറപ്പാണോ? അവൻ തന്നെ, എനിക്ക് ഉറപ്പുണ്ട്. അവനിപ്പോ എവിടെയുണ്ട്? വീട്ടിലിരിക്കുക. അവൻ ഡോക്ടർ അല്ലെങ്കിൽ ഇത്രയും രോഗികളെ എങ്ങനെ ചികിത്സിച്ചു? എങ്ങനെ ഇത്ര പേരുണ്ടാക്കി? അതൊന്നും എനിക്കറിയില്ല അങ്കിൾ. ഞാൻ ആണയിട്ട് പറയുന്നു, അവൻ ഡോക്ടറല്ല. ഞാൻ പോലീസ് വിളിച്ചു പറയാം. ഇപ്പൊ തന്നെ അവനെ പൂട്ടണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. സ്വാമിജി വിളിക്കുന്നു. ഇവനാണോ സ്വാമിജി? ഇത് തന്നെയാണോ ആള്? അപ്പൊ നീയാണ് ഫോൺ ചെയ്തത്. നന്നായി. ഒത്തിരി നാളായി ആഗ്രഹിക്കുന്ന ഈ കണ്ടുമുട്ടൽ. തലസ്ഥാനത്ത് ഞാൻ വന്നിരുന്നു. പോലീസും പട്ടാളവും കാവൽ നിൽക്കുന്ന മന്ത്രിയുടെ കൊട്ടാരത്തിനകത്ത് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എവിടെ നിന്റെ തന്ത? ഒരു ദിവസം ആശുപത്രിയിൽ വെച്ച് അവനെ എന്റെ കയ്യിൽ കിട്ടിയതാ. പ്രതികരിക്കാൻ പറ്റിയില്ല. അവൻ വെറും ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനായിരുന്നപ്പോ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് ശിക്ഷ വാങ്ങിച്ചു തന്നു. ഇന്നവൻ മന്ത്രിയാണ്. എന്നെ എന്തും ചെയ്യാൻ കഴിയും. ചിലപ്പോ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ എന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇപ്പോ, ഈ നിമിഷം എന്നെ തടയാൻ ആർക്കും കഴിയില്ലടാ. അയ്യോ, പോലീസ് സ്റ്റേഷനല്ലേ?
ഡോക്ടർ രാജഗോപാൽ വന്നിട്ടില്ല സാർ. അവിടെ നോക്ക്, നിങ്ങളിവിടെ. ആരാ? അയ്യോ, എന്താ എന്തുണ്ടായി? പരിഭ്രമിക്കണ്ട, എനിക്കൊന്നുമില്ല. ചെറിയൊരു ആക്സിഡന്റ്. എങ്ങനെ പറ്റിയത്? അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. നീ വേഗം തുണി എടുത്തോണ്ട് മുറിവ് കിട്ടും മോളെ. ഇരുട്ടായിരുന്നു, കല്ലുവെട്ട് കുഴി കണ്ടില്ല, മറിഞ്ഞു വീണു. ഡോക്ടർ ഇതെവിടെ പോയതാ? ഇങ്ങോട്ട് തന്നെ. സിസ്റ്ററിനോട് ഹോസ്പിറ്റലിൽ ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ദാ, വേണം. ഇപ്പൊ എടുക്കാം. ശ്ശോ, കല്ലുവെട്ട് കുഴിയിൽ വീണെന്ന് അമ്മയോട് നുണ പറഞ്ഞു. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടി വരുക. പല നാൾ കള്ളൻ, ഒരു നാൾ കുടുംബം. അത് സത്യമായി. തീർന്നു, എല്ലാം തീർന്നു. എനിക്ക് തീരെ നടക്കാൻ വയ്യ. ഈ ഒരു രാത്രി, ഇന്ന് മാത്രം എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കണം. ഓ, ഹ, ഇത് ഇത്രയും പെട്ടെന്ന് എങ്ങനെ പത്രത്തിൽ വന്നു? സാരമില്ല, ആ തെണ്ടിയെ പോലീസ് പിടിച്ചോളൂ. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, രോഗികളെ സമാധാനിപ്പിക്കും. ഒന്നുമില്ലെങ്കിലും എന്റെ മോളെ FRCS അല്ലേ, അവൾ രണ്ടിനും പഠിച്ചല്ലേ. അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ചാർജ് എടുത്തോളും. പക്ഷേ അതുവരെ രോഗികളുടെ മനോവീര്യം ചോർന്നു പോകാൻ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയും ചുമതലയാണ്. അതെ. ആശുപത്രി മുതലാളി മാധവൻ തമ്പിയെ അറസ്റ്റ് ചെയ്യുക. അതിന് മാധവൻ തമ്പി എന്ത് വിളിച്ചു? നിങ്ങൾ എന്ന് അവരെ തടയൂ, ഞാനവിടെ ഇല്ലെന്ന് പറയൂ. എടാ ചെല്ലടാ.